നമസ്കാരം. എല്ലാ തുല്യതാ പഠിതാക്കൾക്കും ന്യൂക്ലിയസ് കെമിസ്ട്രി മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പാഠഭാഗം 5ാമത്തെ പാഠമായ കാർബണിക രസതന്ത്രമാണ്. കാർബണിക രസതന്ത്രത്തിന്റെ പാർട്ട് 1 വീഡിയോ ഓൾറെഡി ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം. ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ പാർട്ട് 2 വീഡിയോ കാണുക. കാരണം പാർട്ട് 1 വീഡിയോയിലാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ഒക്കെ പറയുന്നത്. പാർട്ട് 2 വരുമ്പോൾ നമ്മൾക്ക് കാർബണിന് എന്തുകൊണ്ടാണ് ഒരുപാട് സംയുക്തങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത്, ഏതൊക്കെ പ്രോപ്പർട്ടികളാണ് സഹായിക്കുന്നത്, അതുപോലെ ഹൈഡ്രോ കാർബണുകളുടെ വിവിധ ടൈപ്പുകൾ ഏതൊക്കെയാണ്, പിന്നെ പൂരിത ഹൈഡ്രോ കാർബൺ എന്താണ്, അപൂരിത ഹൈഡ്രോ കാർബൺ എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ മറ്റ് സെൻറ്ററുകളിൽ പഠിക്കുന്ന തുല്യതാ പഠിതാക്കൾക്ക് ഷെയർ ചെയ്യുക, അവർക്ക് എക്സാമിന് ഹെൽപ്ഫുൾ ആവട്ടെ. അപ്പോൾ ഇനി നമുക്ക് പാഠത്തിലേക്ക് പോവാം, ബാക്കി പോർഷനിലോട്ട്. നമുക്കറിയാം, പ്രകൃതിയിൽ കാർബണിക സംയുക്തങ്ങളുടെ എണ്ണം മറ്റ് മൂലകങ്ങൾ ഉണ്ടാക്കുന്ന സംയുക്തത്തെക്കാൾ എത്രയോ ഇരട്ടിയാണ്. അപ്പോൾ ഇത് കാർബണിന്റെ എന്ത് സവിശേഷതയായിരിക്കാം ഇതിനു വേണ്ടി സഹായിക്കുന്നത്, അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ 4 സവിശേഷതകളാണ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെ സവിശേഷത എന്ന് പറയുന്നത് സംയോജകത. കാർബണിന്റെ സംയോജകത എന്ന് പറയുന്നത് 4 ആണ്. ഈ ഒരു സംഖ്യ ഓർമ്മിക്കുക. ഇനി സംയോജകത എന്താണെന്ന് നമുക്ക് ഒന്ന് ഓർത്തു നോക്കിയാലോ. അപ്പോ സംയോജകത പറയുമ്പോൾ നമ്മൾ എപ്പോഴും അതിനോട് ചേർത്ത് പറയുന്ന ഒരു കാര്യമാണ് അഷ്ടക നിയമം എന്ന് പറയുന്നത്. അഷ്ടക നിയമപ്രകാരം ഒരു ആറ്റം സ്ഥിരത കൈവരിക്കാൻ ഒരു ആറ്റത്തിന് അതിന്റെ ബാഹ്യതമ ഷെല്ലിൽ എട്ട് ഇലക്ട്രോൺ പൂരണം നടക്കണം, അല്ലേ? പക്ഷെ നമുക്കറിയാം, എല്ലാ മൂലകങ്ങളുടെയും ആറ്റങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാവില്ല നാച്ചുറലി. അപ്പൊ അവരെന്ത് ചെയ്യും? ഒന്നുകിൽ ഇലക്ട്രോൺ വാങ്ങും, അല്ലെങ്കിൽ ഇലക്ട്രോൺ കൊടുക്കും, അതും അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ പങ്കുവെക്കും. അപ്പോൾ കാർബണിന്റെ കേസ് നോക്കുന്ന സമയത്ത് കാർബൺ എത്രയാ? 6 അറ്റോമിക് നമ്പർ ഉള്ള ഒരു ആറ്റം അല്ലേ, ഓർമ്മയില്ലേ? അപ്പോ കാർബണിന് 2, 4 ഇങ്ങനെയാണ് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 4 ഇലക്ട്രോൺ. നമുക്ക് എത്ര ഇലക്ട്രോൺ വേണം? 8 ഇലക്ട്രോൺ വേണം. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യണം? 4 ഇലക്ട്രോൺ ഓൾറെഡി ഉണ്ട്, അപ്പോ 4 എണ്ണം കൂടി ബാഹ്യതമ ഷെല്ലിലേക്ക് എത്തണം. അപ്പൊ അങ്ങനെ എത്തണമെങ്കിൽ മൂന്നാമത്തെ, നമ്മളിവിടെ പറഞ്ഞില്ലേ 3 മെത്തേഡിലൂടെ 8 ഇലക്ട്രോൺ പൂരണം നടത്താം. അപ്പോൾ ഇതിൽ മൂന്നാമത്തെ മെത്തേഡ്, അതായത് പങ്കുവയ്ക്കലിലൂടെ, മറ്റ് ആറ്റവുമായി ഇലക്ട്രോൺ പങ്കുവയ്ക്കലിലൂടെയാണ് ഈ 8 ഇലക്ട്രോൺ പൂർത്തീകരണം നടക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ പങ്കുവെച്ചുകൊണ്ടുള്ള രാസബന്ധനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് സഹസംയോജക ബന്ധനം. അപ്പോൾ സഹസംയോജക ബന്ധനത്തിലൂടെ 4 ഇലക്ട്രോൺ പങ്കുവെച്ചിട്ടാണ് കാർബൺ അഷ്ടക പൂർത്തീകരിക്കുന്നത്. അതുകൊണ്ട് ആണ് കാർബണിന്റെ സംയോജകത 4 എന്ന് നമ്മൾ പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ സവിശേഷതയിലോട്ട് പോവാം. രണ്ടാമത്തെ സവിശേഷത എന്താ കൊടുത്തിട്ടുള്ളത്? കാറ്റിനേഷൻ. ആദ്യമായിട്ട് കേൾക്കുന്ന വേർഡ് ആയിരിക്കും. കാറ്റിനേഷൻ എന്ന് പറയുന്നത് ഒരു കാർബണാറ്റത്തിന് മറ്റ് കാർബണാറ്റങ്ങളുമായി സഹസംയോജനത്തിലൂടെ വ്യത്യസ്ത രീതിയിലുള്ള ചങ്ങലകൾ ഉണ്ടാക്കുന്നതിനുള്ള കഴിവുണ്ട്. അതായത് ഇതുപോലെയുള്ള നീണ്ട ചങ്ങലകൾ, ഇങ്ങനെ നീണ്ടു കിടക്കുന്ന എത്ര കാർബണാറ്റങ്ങൾ കൊണ്ട് വേണമെങ്കിലും ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ചങ്ങലകൾ ഉണ്ടാക്കാൻ പറ്റും. അത് ഒരു ടൈപ്പ് സംയുക്തം. ഇനി വേറൊരു തരം സംയുക്തം എങ്ങനെയാണെന്നറിയോ? ഇങ്ങനെ നീണ്ട ചങ്ങലകൾക്ക് നമ്മൾ ശാഖകൾ വെച്ചു കൊടുത്താൽ എങ്ങനെയുണ്ടാവും?
അങ്ങനെയുള്ള ശാഖകളുള്ള സംയുക്തങ്ങൾ ഇതുപോലെ കണ്ടോ, ശാഖകൾ കണ്ടോ? CH ഉണ്ട്, പിന്നെ രാസബന്ധനം. ഒരു ശാഖ മാത്രമല്ല, ഇനി വേണമെങ്കിൽ വീണ്ടും ശാഖകൾ ഉണ്ടാക്കാം. ഒരു കാർബണിന് തന്നെ ഒന്നിലധികം ശാഖകൾ ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ ഇതുപോലെയുള്ള സംയുക്തങ്ങള്, ശാഖകളുള്ള സംയുക്തങ്ങള് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇതും പോരാഞ്ഞ് വലയ സംയുക്തങ്ങൾ എന്ന പേരുള്ള വിഭാഗമുണ്ട്. അതായത് ഇങ്ങനെ നമ്മൾ ജ്യോമിതീയ രൂപങ്ങളൊക്കെ ഇല്ലേ, ട്രയാങ്കിളും സ്ക്വയറും ഒക്കെ പോലെയും കാർബണിന് മറ്റ് കാർബണാറ്റങ്ങളുമായിട്ട് സംയുക്തങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇതിനെ സൈക്ലോപ്രൊപ്പൈൻ എന്ന് പറയും, ഇതിനെ സൈക്ലോബ്യൂട്ടൈൻ എന്ന് പറയും, ഇതിനെ സൈക്ലോ പെൻറ്റൈൻ എന്ന് പറയും. ഇനി അതുപോലെ ഇതിനെ വലയ സംയുക്തങ്ങൾ അഥവാ സൈക്ലിക് സംയുക്തങ്ങൾ എന്ന് പറയും. ഇനി അരോമാറ്റിക് സംയുക്തങ്ങളും ഉണ്ട്. അരോമാറ്റിക് സംയുക്തം ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു അരോമാറ്റിക് സംയുക്തമാണ് ബെൻസീൻ എന്ന് പറയുന്നത്. ബെൻസീൻ. ഓക്കെ, അപ്പോ ഇത്തരത്തില് എന്താണ് വിവിധ തരം സംയുക്തങ്ങള് കാർബണിന് മറ്റ് കാർബൺ ആറ്റവുമായിട്ട് ചേർന്നിട്ട് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ഇതാണ് രണ്ടാമത്തെ സവിശേഷത. ഇനി മൂന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് ബഹുബന്ധനം. പേര് സൂചിപ്പിക്കുന്നത് പോലെ രാസബന്ധനത്തിന്റെ ടൈപ്പിനെയാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ ഒരു കാർബണിനെ മറ്റൊരു കാർബൺ ആറ്റവുമായിട്ട് ഏകബന്ധനം ഉണ്ടാക്കാം, ഒരു കാർബൺ ആറ്റത്തിന് മറ്റൊരു കാർബൺ ആറ്റവുമായിട്ട് ദ്വിബന്ധനം ഉണ്ടാക്കാം, പിന്നെ ത്രിബന്ധനവും ഉണ്ടാക്കി അത്തരത്തിലുള്ള സംയുക്തങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ഇനി ഏറ്റവും ലാസ്റ്റ് ആണ് നമ്മൾ ഐസോമെറിസത്തിനെ കുറിച്ച് പറയാൻ പോകുന്നത്. ഐസോമെറിസം എന്ന് വെച്ചാൽ എന്താണ്? ഒരേ രാസസൂത്രവും വ്യത്യസ്ത ഘടനാവാക്യവും ഉള്ള സംയുക്തങ്ങൾ. അപ്പോ അതായത് ഒരേ രാസസൂത്രം എന്ന് പറയുമ്പോൾ ഈ ഒരു സംയുക്തത്തിന്റെ അടുത്ത് നോക്കി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. 1 2 3 4 5 5 കാർബണുകൾ അല്ലെ, 5 കാർബണുകൾ. എത്ര ഹൈഡ്രജനാ ഉള്ളത്? 3 2 5 2 7 1 8. 8 ഹൈഡ്രജൻ ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ എഴുതിയാലോ, ഇവിടെ നോക്കിയേ, 5 കാർബൺ തന്നെയല്ലേ ഉള്ളത്. എത്ര ഹൈഡ്രജനാ ഉള്ളത്? 3 2 5 3 8 ഹൈഡ്രജനാണ് ഇവിടെ ഉള്ളത്. പക്ഷെ എന്താണ് വ്യത്യാസം? രാസസൂത്രം ഒന്ന് തന്നെയാണ്, പക്ഷെ വ്യത്യാസം എന്ന് പറയുന്നത് ഘടനയാണ് അല്ലെ. ഇവിടെ ഈ ത്രിബന്ധനം അറ്റത്താണ് വന്നതെങ്കിൽ ഇവിടെ ത്രിബന്ധനം രണ്ടാമത്തെയും മൂന്നാമത്തെയും കാർബണിന് നടുവിലായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഘടനാവാക്യമാണ് ഈ രണ്ട് സംയുക്തങ്ങൾക്കും ഉള്ളത്. അതുകൊണ്ട് ഇവയെ പരസ്പരം നമ്മൾക്ക് ഐസോമറുകൾ എന്ന് പറയാൻ സാധിക്കും. ഈ പാഠത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു സംയുക്തത്തിന്റെ പേര് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. അതായത് യൂറിയ. യൂറിയനെ കുറിച്ച് നമ്മൾ എന്താ പറഞ്ഞത്? അതൊരു ജൈവ പദാർത്ഥമാണ്. ജൈവ പദാർത്ഥം എന്ന് വെച്ചാല് നമ്മൾ ജൈവവളത്തിനൊക്കെ എന്താ ഇംഗ്ലീഷിൽ പറയാ? ഓർഗാനിക് അല്ലെ. അപ്പൊ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ് യൂറിയ. യൂറിയയുടെ ഘടനാവാക്യം വരുന്നത് ഇങ്ങനെയാണ്: NH2 C ഡബിൾ ബോണ്ടോ NH2 ഇങ്ങനെ. അപ്പോ ഇതിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ തരത്തിലുള്ള ആറ്റങ്ങൾ വരാം. നൈട്രജൻ, ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, പിന്നെ വീണ്ടും ഹൈഡ്രജൻ അല്ലെ. ഓക്കെ, അപ്പോ പൊതുവായിട്ട് നമുക്ക് പറയാം ഓർഗാനിക് സംയുക്തങ്ങളിൽ ഇങ്ങനെ ഹൈഡ്രജനും കാർബണും പുറമെ ഓക്സിജൻ, നൈട്രജൻ എന്നുള്ള ഹെറ്ററോ ആറ്റങ്ങൾ എന്ന് പറയും, അവയും വരാൻ വേണ്ടി സാധിക്കും. പക്ഷേ
ഹൈഡ്രജനും കാർബണും മാത്രം ചേർന്നുകൊണ്ട് തന്നെ ഒരുപാട് സംയുക്തങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാലോ? അപ്പോ അത്തരത്തിൽ ഹൈഡ്രജനും കാർബണും മാത്രമുള്ള സംയുക്തങ്ങളെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട് ഹൈഡ്രോ കാർബണുകൾ. ഹൈഡ്രോ എന്ന് പറയുന്നത് ഹൈഡ്രജനെ സൂചിപ്പിക്കാൻ, കാർബൺ കാർബൺ തന്നെ, ഹൈഡ്രോ കാർബണുകൾ എന്ന് പറയും. അപ്പോ ഹൈഡ്രോ കാർബണുകൾ വിവിധ തരത്തിലുണ്ട്. അത് പേജ് 104 അവയുടെ വർഗീകരണം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് പട്ടിക പോലെ എഴുതിയിട്ട് നോക്കാം. അപ്പോ ഹൈഡ്രോ കാർബണും മറ്റൊരു കാർബൺ ആറ്റവും തമ്മിലുള്ള രാസബന്ധനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 2 ടൈപ്പ് ഹൈഡ്രോ കാർബണുകൾ ഉണ്ട്. പൂരിത ഹൈഡ്രോ കാർബണുകളും അപൂരിത ഹൈഡ്രോ കാർബണുകളും. അതായത് പൂരിത ഹൈഡ്രോ കാർബൺ എന്ന് പറയുമ്പോൾ കാർബൺ ആറ്റത്തിന്റെ സംയോജകത മുഴുവൻ ഏകബന്ധനം വഴിയാണ് പൂർത്തീകരിച്ചിട്ടുണ്ടാവുക. ഇനി അപൂരിത ഹൈഡ്രോ കാർബണുകൾ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? കാർബൺ ആറ്റത്തിന്റെ സംയോജകത ദ്വിബന്ധനത്തിലൂടെയോ അല്ലെങ്കിൽ ത്രിബന്ധനത്തിലൂടെയോ ആയിരിക്കാം പൂർത്തീകരിച്ചിട്ടുണ്ടാവുക. അപ്പൊ അപൂരിതം എന്ന് പറഞ്ഞാൽ ഒന്നിനേക്കാൾ കൂടുതൽ രാസബന്ധനം കാർബണുകൾക്കിടയിൽ കാണപ്പെടുകയാണെങ്കിൽ അവയൊക്കെ നമുക്ക് അപൂരിത ഹൈഡ്രോ കാർബണിന്റെ കൂട്ടത്തിൽപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ഏകബന്ധനമുള്ള ഹൈഡ്രോ കാർബണിനെ വിളിക്കുന്ന പേരാണ് ആൽക്കെയിനുകൾ. ആൽക്കെയിൻ. അതുപോലെ ദ്വിബന്ധനത്തിലൂടെ ഉണ്ടാക്കപ്പെടുന്ന ഹൈഡ്രോ കാർബണുകളെ വിളിക്കുന്ന പേരാണ് ആൽക്കീൻ. ആൽക്കീൻ. ഇനി ത്രിബന്ധനത്തിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന ഹൈഡ്രോ കാർബണുകളെ വിളിക്കുന്ന പേരാണ് ആൽക്കൈൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്തിട്ടുള്ള അത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി പാർട്ട് 3 വീഡിയോയിൽ IUPAC നാമകരണമായിട്ട് ഞാൻ വരാം. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. പാർട്ട് 3 എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആ ഒരു പോർഷനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോക്കായിട്ട് എല്ലാവരും കാത്തിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.